നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വി.ഡി. സതീശന് കെ.സി. പക്ഷം നൽകിയിരിക്കുന്നത് വെറും 1 വർഷം മാത്രം. ആ 1 വർഷത്തിനുള്ളിൽ സതീശനെ താഴെയിറക്കും. വ്യക്തിപരമായി വി.ഡി. സതീശൻ്റെ കഴിവിനെ ജനങ്ങൾ അംഗീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഇപ്പോഴും കേരളത്തെ ഹഠാത് ആകർഷിക്കുന്നു. കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള മികവ്, വിഷയങ്ങളിൽ ആഴത്തിലുള്ള പഠനം. സതീശൻ അത്ര നിസ്സാരക്കാരനല്ല. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള റേസിൽ രമേശ് ചെന്നിത്തലയെയും കെ.സി. വേണുഗോപാലിനെയും പിന്നിലാക്കി ഹൈക്കമാൻഡ് വി.ഡി. സതീശനെ സെലക്ട് ചെയ്തുവെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങളുടെ പൾസ് എറിഞ്ഞു തന്നെ. എന്നാൽ പിന്നീട് ഒരു മുറിവേറ്റ സിംഹമായി കെ.സി. വേണുഗോപാൽ. ഡൽഹിയിലെ രാഷ്ട്രീയ കൊത്തളങ്ങളിൽ വലിയ പിടിപാടുള്ള നേതാവ്, രാഹുൽ ഗാന്ധിയെ വരെ നിയന്ത്രിക്കുന്നയാൾ. പക്ഷെ തട്ടകത്തിൽ പിഴച്ചു. എത്ര വലിയ അംഗീകാരങ്ങൾ കിട്ടിയ രാജാവാണെങ്കിലും സ്വന്തം തട്ടകത്തിൽ പിഴച്ചാൽ അയാൾക്ക് കോപം ഇരട്ടിക്കും. ഇതുതന്നെയാണ് കെ.സിയെ സംബന്ധിച്ചും. കേരളത്തിലെ മഹാഭൂരിപക്ഷം എം.എൽ.എമാരുടെയും പിന്തുണ ഉറപ്പിച്ചായിരുന്നു കെ.സി. മുഖ്യമന്ത്രി കസേരയ്ക്കായി അന്ന് പൊരുതിയത്. എന്നാൽ ജനങ്ങളെ കൂടെ നിർത്തി സതീശൻ ഒരു കളി കളിച്ചു. സമൂഹ മാധ്യമങ്ങളെ ഒപ്പം നിർത്തി. മറുവശത്ത് കെ.സി. ഡൽഹിയിലിരുന്ന് എം.എൽ.എമാരെയും മറ്റ് ജനപ്രതിനിധികളെയും ഒക്കെ ചേർത്ത് നിർത്തി പടപൊരുതിയെങ്കിലും അത് വിജയിച്ചില്ല. സോഷ്യൽ മീഡിയയിലെ പ്രകമ്പനം ചാനലുകളിലൂടെ പിന്നീട് കേരളത്തിൻ്റെ വികാരമായി മാറി. ആ വികാരത്തള്ളൽ ഡൽഹിക്ക് മറച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള വി.ഡി. സതീശൻ്റെ നീക്കം. മുസ്ലിം ലീഗ് മാത്രമല്ല, കേരളത്തിൽ പ്രബലമായ മുസ്ലിം സംഘടനകളെയൊക്കെ സതീശൻ തൻ്റെ ക്യാമ്പിൽ ചേർത്തു. മറുവശത്ത് പെരുന്നയിലെ പോപ്പ് സുകുമാരൻ നായർക്ക് രമേശ് ചെന്നിത്തലയെ വേണോ അതോ കെ.സി. വേണുഗോപാലിനെ വേണോ എന്ന് സന്ദേഹം. വെള്ളാപ്പള്ളി അപ്പോഴും പിണറായി വിജയൻ ഭക്തനായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസുകാർ വെള്ളാപ്പള്ളി അത്ര കണ്ട് ശ്രദ്ധിച്ചുമില്ല. ഒടുവിൽ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ മുഖ്യ റോൾ വഹിച്ചു എന്നൊക്കെയാണ് സുധീരൻ്റെ കാര്യത്തിൽ കേരളം വിശ്വസിച്ചത്. ഹൈക്കമാൻഡ് വി.എം. സുധീരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു വരുത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ സുധീരൻ അർമാദിക്കുകയായിരുന്നു. മറ്റു പലരുടെയും പിൻബലത്തിൽ അധികാരത്തിലെത്തിയ സതീശൻ അന്നു മുതൽ നേരം വെളുത്താൽ വി.എം. സുധീരനെ പോലെയുള്ള നേതാക്കളെ വിളിച്ച് എങ്ങനെ ഭരിക്കുമെന്നൊക്കെ ചോദിക്കുമെന്നായിരുന്നു സുധീരനെ പോലെയുള്ളവർ ഓർത്തത്. കെ.സി. പക്ഷവും സമാനമായ ചില ചിന്തകളിലായിരുന്നു. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പടപൊരുത്തലിൽ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ച കെ.സി. പക്ഷത്തെ പിന്നീട് സതീശൻ അവഗണിച്ചു. ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല സതീശനുമായി പിന്നീട് പോരാട്ടത്തിൽ നിന്നില്ല. പിന്നീട് വന്ന ചില വിവാദ വിഷയങ്ങൾ. അതിലൊന്നായിരുന്നു ഗവൺമെൻറ് പ്ലീഡർ നിയമനം. RSS ബന്ധവും SFI ബന്ധവുമുള്ള ഓരോരുത്തരെ ഗവൺമെൻറ് പ്ലീഡറാക്കിയതിന് പിന്നിൽ സതീശൻ്റെ താൽപ്പര്യം എന്ന ചർച്ച പൊതുസമൂഹത്തിൽ ഉയർന്നു. അത് ഉയർന്നതല്ല, ചിലർ ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവന്നതാണ്. മുഖ്യ റോൾ വഹിച്ചത് KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. എന്നാൽ അലോഷ്യസ് സേവ്യറിനെ പോലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നേതാവിന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ, അതും കോൺഗ്രസ് സംഘടനയിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ നേതാവിന് ചോദ്യം ചെയ്യാനുള്ള ആർജവമൊന്നും കിട്ടില്ല. ഡൽഹിയിൽ നിന്ന് ചില അനുഗ്രഹാശിസുകൾ അലോഷ്യസിന് കിട്ടിയെന്നർത്ഥം. വി.ഡി. സതീശനെ കസേരയിൽ നിന്നിറക്കാൻ പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം കരുക്കൾ നീക്കുന്നു എന്ന വിവരം നേരത്തെ തന്നെ സതീശൻ ക്യാമ്പിലെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ KSUവിൻ്റെ പ്രതികരണങ്ങളെ വളരെ സംശയത്തോടെ തുടക്കം മുതൽ മുഖ്യമന്ത്രി നോക്കിക്കണ്ടു. പിന്നീട് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും വിലയിരുത്തുമ്പോൾ വി.ഡി. സതീശനെ താഴെയിറക്കാൻ ആസൂത്രിത നീക്കം നടക്കുന്നു എന്ന് വ്യക്തമാണ്. ഏറ്റവും ഒടുവിലിത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശനെ ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങുകളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമം. എന്നാൽ ഒറ്റയ്ക്ക് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ സ്മൃതി കുടീരത്തിൽ വി.ഡി. സതീശനെത്തി. നേരത്തെ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിനെത്തിയ കെ.സി. വേണുഗോപാൽ സതീശനെ വാക്കുകളിലൂടെ ഒന്ന് കുത്തി നോവിക്കുകയും ചെയ്തിരുന്നു. സതീശൻ്റെ ഏകപക്ഷീയ പ്രവർത്തന രീതിയിലും ശൈലിയിലും അതൃപ്തരായ ഒരു പറ്റം മന്ത്രിമാരും ഭരണമുന്നണിയിലുണ്ട്. നേരത്തെ നടന്ന ഒരു മന്ത്രിസഭാ യോഗത്തിൽ കെ.സി. പക്ഷക്കാരായ മന്ത്രിമാർ സതീശനെ ഇരുത്തിപ്പൊറിച്ചിരുന്നു. ഇതിനെ തുടർന്ന് P.K. കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. കെ.സി. വേണുഗോപാലിൻ്റെ അനുഗ്രഹാശിസുകളോടെയാണ് സതീശനെതിരെയുള്ള നീക്കങ്ങൾ എന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെ സതീശൻ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രി സതീശനെതിരെ നടത്തിയ ഒറ്റയാൻ നീക്കം കോൺഗ്രസിലെ ഗ്രൂപ്പ് യുദ്ധത്തിൻ്റെ തുടക്കമായി. പിന്നീട് അലോഷ്യസ് സേവ്യറിന് പൂർണ്ണ പിന്തുണയുമായി വി.എം. സുധീരനെ പോലെയുള്ളവർ അണിനിരക്കുന്നത് കണ്ട് കേരളം അമ്പരക്കുകയാണ്. അലോഷ്യസിൻ്റെ പരസ്യ പ്രതികരണ രീതിയെ ചോദ്യം ചെയ്യുകയായിരുന്നു മറുവശത്ത് സതീശൻ. അലോഷ്യസിന് മുഖം കൊടുക്കാതെ സതീശൻ പലപ്പോഴും മാറി നടന്നു. തേവര കോളേജിൽ വെച്ച് പ്രോഗ്രാമിനിടെ അലോഷ്യസ് മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും കണ്ട ഭാവം നടിച്ചില്ല. ഒരു അപ്പോയിൻമെൻറ്റ് പോലും സതീശൻ നൽകിയില്ല.
സതീശൻ്റെ കൈപിടിച്ചാണ് അലോഷ്യസ് KSU അധ്യക്ഷ പദവിയിലെത്തിയത്. എന്നാൽ പിന്നീട് സമർത്ഥമായി ചതിച്ചു. നേരത്തെ VD സതീശനൊപ്പമുണ്ടായിരുന്ന ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ഒക്കെ പിന്നീട് KC പക്ഷത്തേക്ക് ചേക്കേറിയതുപോലെ അലോഷ്യസ് സേവ്യറും നേരെ KC പക്ഷത്തേക്ക് ചാഞ്ഞു. പാർട്ടി വേദികളിൽ യാതൊരുവിധ പരാതികളും ഉന്നയിക്കാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി ആക്ഷേപം ഉന്നയിച്ചത് ശരിയായില്ല എന്ന വിലയിരുത്തലാണ് സതീശൻ ക്യാമ്പ് നടത്തിയത്. ഇതിനു പിന്നിൽ എത്ര ശക്തികൾ പ്രവർത്തിച്ചാലും അതിനെതിരെ കട്ടയ്ക്ക് നിൽക്കാൻ സതീശൻ ഗ്രൂപ്പ് തീരുമാനമെടുത്തു. സതീശൻ ഇതിനിടയിൽ തൻ്റെ ഗ്രൂപ്പ് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും തുടങ്ങി. ഇതോടെ തങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ആളുകളെ MLA-മാരെ അടർത്തിയെടുക്കുമോ സതീശൻ എന്ന ഭയം KC പക്ഷത്തിന്. എങ്കിൽ ആക്രമണം തന്നെയാണ് നല്ലത് എന്ന് KC പക്ഷവും ഉറപ്പിച്ചു. ഇതിനിടയിലാണ് ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിൽ വെച്ച് മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ അലോഷ്യസിൻ്റെ കൈപിടിച്ച് നടത്തിയ പ്രശംസകളും പുകഴ്ത്തലുകളും. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കിടയിലാണ് VM സുധീരനും സതീശനും തമ്മിൽ മാനസികമായി അകന്നത്. VM സുധീരൻ സതീശനെ പരസ്യമായി വിമർശിച്ചിരുന്നു. എന്നാൽ VM സുധീരന് മറുപടി കൊടുക്കാൻ പോലും സതീശൻ മെനക്കെട്ടില്ല. എന്ന് മാത്രമല്ല, പിന്നീട് VM സുധീരനെ പൂർണ്ണമായി അവഗണിക്കുന്ന തരത്തിലായിരുന്നു സതീശൻ്റെ നീക്കം. മുതിർന്ന നേതാക്കൾ അലോഷ്യസിന് പിന്നിൽ അണിനിരന്നു. പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ സതീശൻ കളിച്ച അതേ കളി അലോഷ്യസിനെ കൊണ്ട് അങ്ങ് ചെയ്യിപ്പിക്കുക. കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വായിരിപ്പിക്കുന്ന പരിപാടിയാണിത് എന്ന് മറ്റു ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. എന്നാൽ കോൺഗ്രസിലെ പ്രബല വിഭാഗമായ രമേശ് ചെന്നിത്തല ഗ്രൂപ്പ് ഇപ്പോൾ കൃത്യമായ അകലം പാലിക്കുന്നു. അതും സൂക്ഷ്മതയോടെ. സ്വന്തം വകുപ്പിൽ മിടുക്കനായി നല്ല ഉശിരായി ഭരിക്കുക എന്നത് മാത്രമാണ് ചെന്നിത്തലയുടെ ഇപ്പോഴത്തെ അജണ്ട. നേരത്തെ ഗ്രൂപ്പ് തർക്കങ്ങളിൽ നിന്ന് അകന്ന് VD സതീശനോട് ഇത്തിരി ആഭിമുഖ്യം പ്രകടിപ്പിച്ചിരുന്ന K മുരളീധരനും ഇപ്പോൾ ഏറെക്കുറെ നിഷ്പക്ഷനായി നിൽക്കുന്നു. ഗ്രൂപ്പ് തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാണ് മുരളിക്കും താല്പര്യം. ഇവരൊക്കെ കുറേ ഗ്രൂപ്പ് കളിച്ച് പരസ്പരം ചെളിവാരി എറിഞ്ഞ് നശിപ്പിച്ചവരല്ലേ, അവരനുഭവിക്കട്ടെ എന്നാണ് മുരളീധരൻ്റെ നിലപാട്. കോൺഗ്രസിനുള്ളിലെ പുകച്ചിൽ മുസ്ലിം ലീഗിനെ അസ്വസ്ഥപ്പെടുത്തുന്നു. സതീശന് പരസ്യ പിന്തുണയുമായി രംഗത്തെത്താനുള്ള ആർജവം ഇപ്പോൾ ലീഗിനില്ല. KSU പക്ഷത്തുള്ള നിരവധി പേർ സതീശനെ അനുകൂലിക്കുന്നവരുണ്ട്. KSU ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാൽ ഉൾപ്പെടെയുള്ളവർ അലോഷ്യസിനെതിരെ പരസ്യമായ വിമർശനങ്ങളുമായി ഇപ്പോൾ രംഗത്തെത്തി. ഇക്കഴിഞ്ഞ ദിവസം KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി അലോഷ്യസിനെതിരെ കട്ടയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിട്ടു. VD സതീശൻ ശ്രമിക്കുന്നത് മറ്റൊരു ഉമ്മൻചാണ്ടിയായി മാറാൻ. ഉമ്മൻചാണ്ടി ഇരുന്ന അതേ കസേരയിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ ആകാനാണ് ശ്രമിക്കുന്നത് എന്ന് ഇന്നലെ VD സതീശൻ പറഞ്ഞിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടിക്കില്ലാത്ത ഒരു സ്വഭാവ പ്രകൃതം VD സതീശനുണ്ട്. അത് സതീശൻ്റെ ശൈലിയാണ്. പെട്ടെന്ന് കോപം വരും, ആളുകളോട് ദേഷ്യപ്പെടും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മുഖം തിരിച്ചു കളയും. ഇത്തരം പ്രവൃത്തിദോഷങ്ങളൊന്നും ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നില്ല. താൻ വിശ്വസിച്ച് പിന്തുണ നൽകിയ VD സതീശൻ്റെ ഇപ്പോഴത്തെ ഭരണശൈലിയിലും ഏകപക്ഷീയ തീരുമാനങ്ങളിലും VM സുധീരൻ കടുത്ത അതൃപ്തിയിലാണ്. തനിക്ക് അടുപ്പമുള്ളവരോട് സുധീരൻ ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. വേണ്ടി വന്നാൽ ഡൽഹിയിൽ ഹൈക്കമാൻഡിനോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കും എന്ന നിലപാടിലാണ് സുധീരൻ. അഴിമതിക്കെതിരെയും കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്കെതിരെയും ശക്തമായ നിലപാടെടുക്കുമായിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന സതീശനല്ല ഇപ്പോൾ ഭരണത്തിലുള്ള സതീശൻ. ഇതാണ് സുധീരൻ്റെ കാഴ്ചപ്പാട്. ഒരു കാര്യം വ്യക്തമാണ്, ഒരു പരസ്യ പ്രതികരണത്തിൽ VM സുധീരനെ പോലെയുള്ളവർ ഒതുക്കില്ല തങ്ങളുടെ വികാരം. താൻ ഗ്രൂപ്പുകൾക്ക് അതീതനാണ് എന്ന് പറഞ്ഞ് ഭരണത്തിലെത്തിയ സതീശൻ ഇപ്പോൾ സ്വന്തം ഗ്രൂപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നതും കോൺഗ്രസ് നേതാക്കളെ അലോസരപ്പെടുത്തുന്നു. ഇതൊക്കെ ഡൽഹിയിൽ പോയി വിശദമായി അവതരിപ്പിക്കാൻ സുധീരൻ പദ്ധതിയിടുന്നു. താനിരിക്കുന്ന കസേരയിൽ പരമാവധി ജനപ്രിയനായി ഇരുന്ന് ജനങ്ങളെ കയ്യിലെടുത്ത് ഭരിക്കാനാണ് സതീശൻ തന്ത്രങ്ങൾ മെനയുന്നത്. തന്നെ വാഴിച്ച സുധീരൻ്റെ ഈ ശൈലി മാറ്റം സതീശനെ ചുടിപ്പിച്ചിരിക്കുന്നു. എന്തെങ്കിലും ഒരു വീഴ്ച മതി, ഹൈക്കമാൻഡിനെ കൊണ്ട് സതീശനെ വലിച്ച് താഴെയിടിപ്പിക്കാൻ KCക്ക് കഴിയും. അതിനുവേണ്ട കരുക്കൾ നീക്കുകയാണ് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വഴക്ക് ഇപ്പോൾ അതിശക്തമാണ് എന്നർത്ഥം. ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.